സപ്ലൈയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽ സപ്ലൈ. ഇൻഡിവിജ്വൽ സപ്ലൈയുടെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? There are a lot of factors which affect the individual supply. ഒരു പ്രൊഡ്യൂസറുടെ ഒരു സെല്ലറുടെ സപ്ലൈയെ അഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ആണ്. അയാൾ പ്രൊഡ്യൂസ് ചെയ്ത കമോഡിറ്റിയുടെ പ്രൈസ് മാർക്കറ്റിൽ എങ്ങനെയാണ്? What is the price level prevailing in the market? That's an important factor. മാർക്കറ്റിൽ പ്രിവെയിൽ ചെയ്യുന്ന പ്രൈസ് വളരെ ഹയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കൂടുതൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാനാണ് പ്രൊഡ്യൂസർ റെഡി ആവുക. ദെൻ അത് മാത്രമല്ല, ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ എന്തെങ്കിലും പുതിയ അഡ്വാൻസ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ that will also positively influence the quantity supplied. ക്വാണ്ടിറ്റി സപ്ലൈഡിനെ വളരെ അനുകൂലമായിട്ട് സ്വാധീനിക്കും. മാർക്കറ്റിൽ പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതൽ പ്രോഡക്റ്റുകൾ വളരെ കുറഞ്ഞ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ടെക്നോളജികൾ മാർക്കറ്റ്, പുതിയ ഇന്നോവേഷൻസ്, പുതിയ മെഷീനറീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് സപ്ലൈയെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. സപ്ലൈയുടെ അളവ് കൂടും. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ഇൻപുട്ടിന്റെ പ്രൈസ്, റോ മെറ്റീരിയൽ, അതുപോലെ തന്നെ ലേബർ അവൈലബിലിറ്റി, ഇതൊക്കെ തൊഴിലാളികളുടെ സാലറി ഒക്കെ വളരെ കൂടുതലാണെങ്കിൽ അത് ഇൻപുട്ടിന്റെ പ്രൈസ് കൂടുന്നതിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ റോ മെറ്റീരിയലിന്റെ ഒക്കെ വളരെ ഹൈ പ്രൈസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ റോ മെറ്റീരിയൽ കൊണ്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയലിന്റെ ഷോർട്ടേജ്, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അത് പ്രൊഡക്ഷനെ കുറയ്ക്കും. അപ്പോൾ ഇതും പ്രൈസ് ഓഫ് ദ ഇൻപുട്സ്. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദി അതർ റിലേറ്റഡ് ഗുഡ്സ്, വേറെ കോംപ്ലിമെന്ററി ഗുഡ്സ്, റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് കാറ്റഗറിയാണ്, നമുക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെയാണ്. കോംപ്ലിമെന്ററി ഗുഡ്സും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ, ഇത് രണ്ടിനെയാണ് നമ്മൾ റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. നൗ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം, സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനം, നമ്മുടെ കമ്പനി പ്രൈസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇത്തരം കാര്യങ്ങളൊന്നും അല്ല മെയിനായിട്ട് നോക്കുന്നത്, മറിച്ച് മാക്സിമം മാർക്കറ്റ് ഷെയർ പിടിക്കുക എന്നുള്ളതാണ്. കോമ്പറ്റീറ്റേഴ്സിനെ കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സപ്ലൈ കൂട്ടാനാണ് നോക്കുക. ഒരിക്കലും അത് സപ്ലൈ കുറയ്ക്കുന്ന ലക്ഷ്യം ഇല്ല. സോ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗവൺമെന്റ് പോളിസി നമുക്ക് അനുകൂലമല്ലെങ്കിൽ ചിലപ്പോൾ സപ്ലൈ ഓട്ടോമാറ്റിക്കലി കുറയും. ഗവൺമെന്റിന്റെ ടാക്സ് പോളിസികളുണ്ട്, ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഗവൺമെന്റ് ലിക്കർ പ്രൊഹിബിഷനും പോലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ. സ്വാഭാവികമായിട്ട് അപ്പോൾ ലിക്കറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സപ്ലൈ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സ്ഥാപനങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ലിക്കറിന്റെ സപ്ലൈ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് പുകയില ഉൽപ്പന്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ചില റെസ്ട്രിക്ഷൻസ്, തീർച്ചയായിട്ടും അത് പുകയില ഉൽപ്പന്നങ്ങളുടെ ടുബാക്കോ പ്രോഡക്ട്സിന്റെ സപ്ലൈ കുറയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സപ്ലൈ കുറയ്ക്കുക എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ അത്തരത്തിലുള്ള ഉദ്ദേശങ്ങൾ. ഇനി നമുക്ക് ആദ്യത്തെ പോയിന്റ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. പ്രൈസ് ഓഫ് ദി കമോഡിറ്റി. Price of the commodity is an important determinant of supply of a commodity. ഒരു കമോഡിറ്റിയുടെ സപ്ലൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിറ്റർമിനന്റ് ആണ് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. When a producer produces a commodity, he incurs a lot of expenditure on factors of production and raw materials, etc. അപ്പോൾ റോ മെറ്റീരിയൽസിനും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒത്തിരി ചെലവ് അദ്ദേഹത്തിന് ഇൻകർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നേരിടുന്നുണ്ട്. When a producer produces a commodity, he incurs a lot of expenditure on factors of production and raw materials, which we call cost of production. നമുക്കതിനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നൊക്കെ വിളിക്കാം. He can recover these costs by selling the products at a certain price in the market. ഈ മുടക്കുമുതലൊക്കെ, ഈ പണം ചെലവായതൊക്കെ എങ്ങനെയാണ് പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ സെല്ലർക്ക് റിക്കവർ ചെയ്യാൻ കഴിയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു സർട്ടൻ പ്രൈസിന് വിറ്റുകൊണ്ടാണ്. സോ സിൻസ് പ്രൈസ് ഈസ് ഓൾസോ ദി ആവറേജ് റവന്യൂ, ഹയർ ദ പ്രൈസ്, ഹയർ വിൽ ബി ദി ആവറേജ് റവന്യൂ.
പ്രൈസ് എന്ന് പറയുന്ന ആവറേജ് റവന്യൂവിന്റെ ഒരു ഫാക്ടർ കൂടിയാണ്. അതുകൊണ്ട് വില എത്രമാത്രം ഉയർന്നിരിക്കുന്നു, ആവറേജ് റവന്യൂ ഉയർന്നിരിക്കും. ആൻഡ് അക്കോർഡിംഗ്ലി ഹയർ വിൽ ബി ദ ടോട്ടൽ റവന്യൂ. അപ്പോൾ പ്രൊഡ്യൂസറുടെ ടോട്ടൽ റവന്യൂയും ആകെ വരുമാനവും കൂടിയിരിക്കും. അതുകൊണ്ട് പ്രൈസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനന്റ് ഓഫ് സപ്ലൈ. സപ്ലൈയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ഡിറ്റർമിനന്റ് പ്രൈസ് തന്നെയാണ്. ഓക്കെ, പ്രൈസ് തന്നെയാണ്. പ്രൈസ് കൂടുതലായിരിക്കുമ്പോൾ കൂടുതൽ സപ്ലൈ ചെയ്യും. സപ്ലയറുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ്. സപ്ലയർക്ക്, പ്രൊഡ്യൂസർക്ക് കൂടുതൽ മാക്സിമം പ്രോഡക്റ്റ് ആ ഉയർന്ന വിലയ്ക്ക് വിറ്റ് തീർക്കാനാണ് എപ്പോഴും മോഹം. വീണ്ടും ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദി ഇൻപുട്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദി അതർ റിലേറ്റഡ് ഗുഡ്സ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം ഉണ്ട്, ഗവൺമെന്റ് പോളിസി ഉണ്ട്. ഇത്രയും പോയിന്റ്സ് പറയുമ്പോഴാണ് ഇത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽ സപ്ലൈ എന്ന പോയിന്റ് തീരുന്നുള്ളൂ.